മലപ്പുറം തിരൂർ പുഴയിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കഴിഞ്ഞ ദിവസം കാണാതായ ഫൗസിയുടേതെന്ന സ്ഥിരീകരണം. മലപ്പുറം പുറത്തൂർ പടിഞ്ഞാറേക്കര തിരൂർ പുഴയിൽ നിന്നാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്നലെ ഞങ്ങളുടെ നാടിനടുത്തുള്ളൊരു നാട്ടിൽ നിന്ന് കേട്ട വളരെ നടുക്കുന്നൊരു വാർത്തയാണ്. അതായത് ഫൗസിയ എന്ന് പേരുള്ള ഒരു സ്ത്രീനെയും അവരെ ഭർത്താവ് ഹുസൈനും കാണാതായത് വ്യാഴാഴ്ച പുലർച്ചെ ഈ ഭർത്താവ് ഈ ഭാര്യനെ വിളിച്ചു വരുത്താണ്. ഈ നല്ല മീൻ വന്നിട്ടുണ്ട് കടലിൽ, നമുക്ക് വേഗം മറ്റേ വലയിൽ ഒരുപാട് നല്ല മീൻ കുടുങ്ങിയിട്ടുണ്ട്, ചാകരയാണ്, വേഗം വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വരണില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ചിട്ട് ഇയാൾ ഭാര്യനെ കൊണ്ടുപോയി. പിന്നീട് ഈ ഭാര്യനും ഭർത്താവിനും കാണാനില്ല. അങ്ങനെ വെള്ളിയാഴ്ച കുട്ടികൾ കരുതിയത് ഞുമ്മ പണിക്ക് പോയതാണ്, വാപ്പിയും പണിക്ക് പോയതാണെന്ന് കരുതി. വെള്ളിയാഴ്ച വൈകിട്ടും എത്താതായതോടെയാണ് അയൽപ്പക്കത്തൊക്കെ അന്വേഷിച്ചു, ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശനിയാഴ്ച ഇതെന്ത് ചെയ്തത്, പോലീസിൽ അന്ന് തന്നെ രാത്രി പോലീസിൽ പരാതി കൊടുത്തു, തിരൂർ പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെ ശനിയാഴ്ച ദിവസം കേൾക്കുന്നൊരു വാർത്ത, വൈകിട്ട് പൊന്നാനി പടിഞ്ഞാറക്കര, അതായത് പൊന്നാനിയുടെ അക്കര ഭാഗത്ത് തിരൂർ പുഴയിൽ ഈ ബോട്ടുകൾ നങ്കൂരിടുന്ന ഒരു ചാക്ക്, ആ ചാക്കിൽ ഇതെങ്ങനെ ഒലിയിൽ വന്നതായിരിക്കും. ഈ ചാക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരു സ്ത്രീയുടെ മൃതദേഹം അത് ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞിക്കാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ കാണാതായ ഈ ഫൗസിയുടേതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നത്? അന്വേഷണത്തിൽ മനസ്സിലായൊരു കാര്യം, ഈ ഒരു ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ നന്നായിട്ട് മദ്യപിച്ച് വന്നു കഴിഞ്ഞിട്ട് മീനിൻ്റെ പണിക്ക് പോകും, എന്നിട്ട് വന്ന് ആ കിട്ടുന്ന കാശ് കൊണ്ട് മദ്യപിക്കും, എന്നിട്ട് ഭാര്യ ഒരുപാട് മർദ്ദിക്കും, ഭാര്യയെ നന്നായിട്ട് മർദ്ദിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഭർത്താവിനെ കൊണ്ട്. ഈ ഭാര്യ പല വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഒരു 15 വയസ്സായ ഒരു മകളുണ്ട്, 25 വയസ്സായ ഒരു മകൻ, അങ്ങനെ 2 മക്കളുണ്ട്. 25 വയസ്സായ മകൻ ഇതിൻ്റെ വേറെന്തോ ഇതിൻ്റെ ഐസിൻ്റെ ഫാക്ടറിയിൽ എന്തോ ജോലിക്ക് പോവുകയാണ്, ഈ ഒരു മകള് പഠിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇയാൾ ഇതുപോലെ മദ്യപിച്ച് വന്നു, വഴക്കുണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവളുടെ ആധാർ കാർഡ്, രേഖകൾ, ഫോണ് എല്ലാം തകർത്തിട്ട് വീണ്ടും പുറത്തിറങ്ങി. വീണ്ടും മദ്യപിച്ചിട്ടാണ്. വീണ്ടും ഇവളെ ഒരുപാട് മർദ്ദിച്ചു, ഡ്രസ്സൊക്കെ വലിച്ചു കീറി. ഇവളിറങ്ങി അടുത്ത വീട്ടിലേക്ക് ഓടി. അത് കഴിഞ്ഞ അന്ന് രാത്രിയിലാണ്, പുലർച്ചെയാണ് ഈ മീൻ വാരാനാണ് ചാകര ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ട്. ഈ ഭർത്താവിൻ്റെ ശല്യം സഹിക്കവയ്യാത്തൊരവസ്ഥയാണ് ഈ ഭാര്യ ഫൗസിയക്ക്. പക്ഷെ ഒടുവിൽ ആ കാലമാടൻ ചെയ്തൊരു പണി, ഈ ഭാര്യനെ വിളിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിക്കണേ, കാഷ്ണതാക്കിയിട്ട് ചാക്കിൽ കെട്ടിക്കുക. എന്നിട്ട് പോന് മുങ്ങി. അപ്പോൾ അവൻ്റെ ഫോണ് പോലീസിൻ്റെ പരിശോധനയിൽ കാണാതായി എന്ന് കേൾക്കുമ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ അവൻ്റെ ഫോൺ എവിടുന്ന് ഒരു ദൂരഭാഗത്ത് അതിൻ്റെ സിഗ്നൽ കിട്ടിയിരുന്നു. അപ്പോൾ അവനിത് ചെയ്തിട്ട് മുങ്ങിക്കാണ്. നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ, പാവം, ആ ഫൗസിയ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഞാൻ ആ മക്കളുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഒരു കുടുംബത്തിൻ്റെ ഒരു തകർച്ച. വാപ്പ ഇത് ചെയ്തു പോയി, ഉമ്മ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ആ 15 വയസ്സുള്ള ഒരു മകള്, ഒന്നിനാത്തരം പോകുന്ന ഒരു 10-25 വയസ്സുള്ള ഒരു മകൻ. എന്തൊക്കെ ആ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം. ഈ ഫൗസിയനെ കൊന്ന ഭർത്താവിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്താണ് പോലീസ് പിടികൂടിയത്. നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം, അങ്ങോട്ട് തായോ, ഞങ്ങൾ 2 കൊടുക്കട്ടെ. അങ്ങനെ നാട്ടുകാരെ പ്രതിഷേധം വളരെ ശക്തമാണ്. എന്തായാലും പോലീസിനെ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. ഈ ഫൗസിയ എന്ന് പറയുന്ന ഭാര്യയെ കൊന്നു സംശയിക്കുന്ന ഈ ഭർത്താവിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇത് വലിയൊരു പാടാവണം. ആ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു വലിയൊരു പാടാവണം. ഇനി ഒരാൾക്കും ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പാഠമാക്കി മാറ്റുന്ന രീതിയിലായിരിക്കും ഈ സംഭവം. ഇത് ആളുകൾക്ക് എന്താണെന്ന് പറയുക, എന്ത് ചെയ്താലും ശിക്ഷ കിട്ടില്ല എന്നുള്ളൊരു ധ്വനിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ധാരണയിലാണ് ഇത് ചെയ്യുന്നത്. പല കുടുംബങ്ങളിലും കാണാൻ ഈ മദ്യപിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തകർക്കുന്ന പല കുടുംബങ്ങളും വേറെ ഒരു മാർഗവും ആ സ്ത്രീകൾക്ക് ഇല്ലാഞ്ഞിട്ടാണ്. ഇനി ഏതെങ്കിലും സ്ത്രീകൾ ഭർത്താവിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പരസ്യമായിട്ട് സമരത്തിന് ഇറങ്ങിയാൽ അവർക്ക് ആളുകളുടെ പിന്തുണ പോലും കിട്ടാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവരുടെ കേസ് എന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
വലിയ ശിക്ഷയൊന്നും കിട്ടില്ല എന്നൊരു ധാരണ ആളുകൾക്കുണ്ട്. ആളുകൾക്കറിയാം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, ഒരു വെങ്കര എന്ന പേരുള്ള ഒരാളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഹരിപ്പാടുള്ള സംഭവം നടന്നത് ആ സ്വന്തം മുത്തശ്ശനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ പെൺകുട്ടി കണ്ടെത്തിയ ന്യായം എന്താണെന്നറിയോ? 13 വയസ്സുള്ള എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ശിക്ഷ കിട്ടില്ല എന്ന് ആ പെൺകുട്ടിക്ക് അറിയാം. ആ പെൺകുട്ടിക്ക് അങ്ങനെ ആക്കി തീർത്ത ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ബോധത്തിൽ നിന്നാണ് അവർ കൊട്ടേഷൻ കൊടുത്തിട്ട് ആളുകളെ 16ഉം 18ഉം വയസ്സുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തം വീട്ടിലുള്ള ഗൃഹനാഥനെ ഇല്ലാതാക്കിയത്. അപ്പോൾ ആളുകൾക്ക് എന്തറിയാം? ശിക്ഷ കിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുപോലത്തെ ഒരു ശിക്ഷക്ക് ഈ അടുത്ത ഏതെങ്കിലും ഒരു കേസിൽ ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ സമാനമായ കേസിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതിങ്ങനെ പതുക്കെ ഇതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെ പോവുള്ളൂ. ഇതൊക്കെ ഒരു 90 ദിവസം കഴിഞ്ഞാൽ ഇവർക്ക് ജാമ്യം കിട്ടും, ഇവർ സുന്ദരമായിട്ട് നാട്ടിലിറങ്ങുമ്പോൾ. എന്തായാലും ഇത്തരം കേസുകൾ വർദ്ധിക്കാൻ കാരണം ഒന്ന്, ഈ ലഹരി ഒരു പ്രശ്നമാണ്. ആൾ ലഹരിക്ക് അഡിക്റ്റാണ്, മദ്യപിച്ച് വന്ന ഈ പ്രശ്നങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഇയാൾ ലഹരിക്ക് അഡിക്റ്റ് ആയത്? അത് ഇവിടെ നന്നായിട്ട് അവൈലബിൾ ആണ് ലഹരി. പിന്നെ ആളുകൾ, ഓരോ വ്യക്തികളും ലഹരികൾക്ക് പോകുന്നൊരു സാഹചര്യം ഇല്ലാതാക്കാൻ എന്താ ചെയ്യുക? കുടുംബാന്തരീക്ഷം നന്നായാലേ ഒരു പരിധി വരെ നന്നാവും. ഇത്തരമൊരു കേസിൽ ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം മുൻപ് വരെയുള്ള കേസിലൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെ തലയിൽ കെട്ടിവെക്കുക, എന്നിട്ട് രക്ഷിതാക്കൾ അവനവൻ്റെ കർത്തവ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇനിയുള്ളൊരു തലമുറയെങ്കിലും അവർ പഠിച്ചൊരു നല്ല ജോലി, പഠിച്ചാൽ മാത്രമല്ല ജോലി കിട്ടുക, വല്ല സ്കില്ലഡായ എന്തെങ്കിലും കോഴ്സിന് പോയിട്ട് ഒരു നല്ല ജോലിക്ക് പോയിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നൊരു നിയമം വരണം. കാരണം എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പാർട്ട്ണറോട് വിയോജിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാന്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് ഒരു നല്ല ലൈഫ് കെട്ടിപ്പടുക്കാൻ സ്വന്തമായിട്ട് ജോലിയും വരുമാനവും ഉണ്ടെങ്കിൽ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ശിക്ഷ വേഗത്തിൽ കിട്ടുന്നില്ല. ഇത് നമ്മൾ പറയും സൗദിയിലെ ഗൾഫിൽ നിയമം വരണം, അതുപോലെയുള്ള നിയമങ്ങൾ വന്നാൽ മാത്രമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ തക്കതായ ഒരു ശിക്ഷ കിട്ടിയ കഴിഞ്ഞ് മാത്രമേ ഇതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലത്തെ ഒരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ചാനലിൽ വന്ന് ഈ വാർത്തയൊന്ന് കാണും, ഇതിൻ്റെ വിശദാംശങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുതൽ ഹുസൈനെയും ഭാര്യ ഫൗസിയെയും കാണാനില്ലെന്നാണ് കുടുംബം പരാതി നൽകിയത്. ഈ ഹുസൈന്റെ ഒരു രീതി മത്സ്യബന്ധന തൊഴിലാളിയാണ്. കടലിൽ പോവും, അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിലൊക്കെ മദ്യപിച്ച് എപ്പോഴും നടക്കുന്നയാളാണ്. ഒപ്പം മറ്റു ലഹരി വസ്തുക്കളും പതിവായിട്ട് ഉപയോഗിക്കുന്നു. ഭാര്യയെ പതിവായിട്ട് മർദ്ദിക്കാറുണ്ട്. ഫൗസി ആവട്ടെ വീട്ടുജോലികളൊക്കെ ചെയ്താണ് ഈ കുടുംബം പുലർത്തിയിരുന്നത്. പല വീടുകളിലും പോയി അവർ ജോലി ചെയ്യും. അതിനുശേഷം അവർ കൊണ്ടുവന്നിരുന്ന ഒരു സമ്പാദ്യമാണ് പലപ്പോഴും ഈ കുടുംബത്തിന് തണലായിരുന്നത്. അങ്ങനെ ഇരുവരും പലപ്പോഴും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹുസൈൻ മദ്യപിച്ച് വന്ന് പതിവായിട്ട് ഇവരുമായിട്ട് പ്രശ്നമുണ്ടാക്കാറുണ്ട്. ബുധനാഴ്ച രാവിലെയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹുസൈൻ ക്രൂരമായിട്ട് ഈ ഭാര്യ ഫൗസിയെ മർദ്ദിച്ചു എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. അതിനുശേഷം ഹുസൈൻ അവിടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ ഭാര്യയുടെ ആധാർ കാർഡും മൊബൈൽ ഫോണും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇയാൾ കേടാക്കുകയും വലിച്ചെറിയുകയും തകർക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഇയാൾ പുറത്തേക്ക് പോയി. വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും മദ്യലഹരിയിലാണ് വന്നത്. ഇയാൾ കിടന്നുറങ്ങി. അതിനുശേഷം രാത്രി 1:30 മണിയോടുകൂടി ഭാര്യയെ വീണ്ടും വിളിച്ച് ഉണർത്തുകയാണ്. കടലിൽ മത്സ്യം ചാകരി ഉണ്ടായിട്ടുണ്ട്, മത്സ്യം ഒന്നിച്ച് വന്ന് അടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കടലിലേക്ക് പോകണം എന്ന് പറയുന്നു. അവർ തയ്യാറാവുന്നില്ല. അവരെ നിർബന്ധിച്ച് ഭാര്യയും കൂട്ടി പുലർച്ചെ 1:30 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ അവരെ പിന്നീട് കാണാതാവുന്നു. മക്കൾ വിചാരിക്കുന്നു അവരെന്തെങ്കിലും ജോലിക്ക് പോയതായിരിക്കും, ബീച്ചിലേക്ക് പോയി. അതിനുശേഷം അവരെ കാണാതാവുമ്പോൾ മക്കൾ വിചാരിക്കുന്നത് എവിടെയെങ്കിലും രാവിലെ ജോലിക്ക് പോയി കാണും എന്നാണ്. പിറ്റേ ദിവസം വൈകിട്ടായിട്ടും മകൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നില്ല. 2 മക്കളാണ് ഇവർക്കുള്ളത്. 25-കാരനായ യുവാവാണ്, ഒരു ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. 15-കാരിയായ മകളുണ്ട്. ഈ മകൾ സ്കൂൾ വിട്ടു വന്നപ്പോഴും കാണാതായതോടുകൂടിയാണ് പകൽ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നത്. പക്ഷേ അവരെ അയൽക്കാരും കണ്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകുന്നത്. തിരൂർ പോലീസിൽ പരാതി നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിക്കുന്നില്ല. പിന്നീട് ഈ ഹുസൈന്റെ ഫോണ് അല്പം ദൂരെ മാറിയ ഒരു ഭാഗത്ത് നിന്ന്, കാവിലക്കാട് ഭാഗത്ത് നിന്ന് ഓണായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല, ഇവരെവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇതിന്റെ തുടർച്ചയായിട്ട് നടത്തിയ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഫൗസിയുടെ മൃതദേഹം കടലിൽ നിന്ന് കടലോരത്ത് തന്നെയുള്ളൊരു ഭാഗത്ത് വെച്ച് തിരൂർ പുഴയിൽ നിന്നും കണ്ടെത്തുന്നത്. ഈ നങ്കൂരമിട്ട ഒരു ബോട്ടിൻ അടിയിൽ അതിന്റെ നങ്കൂരത്തിന് ചുവട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇത്തരം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ഇഷ്യൂസിൽ ശരിക്കും പെട്ടുപോകുന്നത് മക്കളായിരിക്കും. അവരെ ബാല്യം തകരുന്നു, അവരുടെ സ്വഭാവങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഹരിപ്പാട് ഇഷ്യൂവിൽ തന്നെ 13-കാരി അങ്ങനെ ആവാൻ കാരണം എന്തെന്നാ പറയണേ, അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. പിന്നെ 2 കൂട്ടരും ഈ കുട്ടീനെ നോക്കാതായി. അമ്മ പിന്നീട് ഗൾഫിൽ നിന്ന് കണ്ട ഒരാളെ കല്യാണം കഴിച്ചിട്ട് അതോടുകൂടി അത് പൂർത്തിയായി.
അങ്ങനെ ഒരു സ്നേഹമോ പരിഗണനയോ കിട്ട വളർന്ന ഒരു കുട്ടിയാണ്. എല്ലാത്തിനോടും റിബല്. ആരെങ്കിലും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, കാമുകൻ്റെ കൂടെ കറങ്ങാൻ പാടില്ല, ബൈക്കിൽ കയറാൻ പാടില്ല. ഇതൊക്കെ അറിയുമ്പോൾ അതിന് തോന്നുന്നത് തന്നെ ലൈഫ് ആരോ തകർക്കണം. ഈ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാതെ ഒടുവിലാണ് അതൊരു വലിയ കൊലപാതകയായിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കേട് വരുന്നത് ആർക്കാണ്? ഈ വീട്ടിലുള്ള മക്കൾക്കാണ്. അതാണ് ശരിക്കും ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാനൊരു വേർഡ് പറയാം, അത് ഏത് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയണം കേട്ടോ, വേറെ ക്ലൂ ഒന്നും ഞാൻ തരില്ല. തൂഫാൻ എന്നുള്ള വേർഡ് കേരളത്തിലെ ഏത് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.